എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, വയലന്റ്, ദ മോസ്റ്റ് വയലന്റ്, എക്സ്ട്രാ വയലന്റ്, ഓവർ വയലന്റ്, വയലൻസ്. തിയേറ്ററിന്റെ ഉള്ളിൽ തന്നെ അത് കേട്ട് മടുത്തുണ്ട്. എന്താ എന്റെ ഉദ്ദേശം? നമുക്കറിയാം കുത്തിത്തിരിപ്പുകൾ, പ്രശ്നങ്ങൾ, കോൺട്രവേഴ്സീസ് ഒക്കെ പോക്കറ്റ് നിറച്ച് വന്നേക്കായിരിക്കും. അത് ആരോടുള്ള ദേഷ്യം കൊണ്ടോ പ്രശ്നം കൊണ്ടോ ഒന്നുമല്ല. നമ്മള് സിനിമയിലെ നായകനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് എവർ ടേക്ക്. നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. കണ്ടത് ബ്ലഡാണോ അതില്? അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. ഞാൻ ജിത്തുബായിനോട് ചില സീൻസ് കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇത് നമ്മുടെ നാട്ടിൽ ഈ പടം ഓടിക്കും. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നുന്നു. സ്പിൻ ഓഫ് ആണ് മിക്കായിലെ മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്നൊക്കെ പറയുമ്പോഴും ദിസ് ഈസ് ലൈക്ക് എ ഡിഫറെന്റ്. ആ ഇത് വേറെ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. പക്ഷെ ഭാഗ്യത്തിന് നിങ്ങൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അത് മര്യാദയ്ക്ക് തോന്നിയുള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിൽ കുഴപ്പമില്ല. നോർമൽ കഥയുടെ ഒരു ഫാമിലി. നമ്മൾ ഈ വയലൻസ് അങ്ങോട്ട് മാറ്റി നിർത്തുകയാണെങ്കിൽ സിനിമയില് പ്രത്യേകിച്ച് ഭയങ്കര സംഭവം വെരി നോർമൽ ഫാമിലി. രാവിലെ അണ്ണാക്കിലോട്ട് 2 തോടം വെളിച്ചെണ്ണ ഒഴിച്ച് ആ നാക്കിന് ചില്ലറ വ്യായാമം കൊടുക്കുക. അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണല്ലോ നീ ജീവിച്ചു പോകുന്നത്. പാസം എനിക്ക് വളരെ ഓവർഡോസ് ആയിട്ട് ക്രിഞ്ച് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി പാസം തോന്നിയത് ഈ സിനിമയ്ക്ക്. അതും ചില സമയത്ത് പാസം കാണിച്ചിട്ട് അത് പോയി തല്ലടാന്നൊക്കെ പറയാൻ തോന്നുന്ന രീതിയിലും പാസം കാണിക്കണ്ടേ. പാസം വളരെ ശോകമായി പോയി. ഈ കൈ മുദ്ര കാണിക്കാൻ മാത്രമല്ല ഉണ്ടല്ലോ അത് എന്താ പറയാ, ഇപ്പൊ വയലൻസ് പാടാണ്, അതുകൊണ്ട് ഇത് വയലൻസ് കാണിക്കണം എന്ന് വെച്ചിട്ട് കുറെ വയലൻസ് അതിൽ കുത്തി കയറ്റിയ പോലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പല സ്ഥലത്തും വയലൻസ് മുളച്ചിക്കണല്ലോ. നായരെ, അക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കണ മൂരി മുക്കറ ഇട്ട പശുവിന് ചെന പിടിക്കില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി. ഇതിന്റെ ഫാമിലി സെന്റിമെന്റ്സ്, ആ ഡ്രാമ പ്ലോട്ട് എനിക്ക് വർക്കായിട്ടില്ല. എന്നാ പിന്നെ താൻ തന്നെ ഉണ്ടാവും. പക്ഷെ ഈ വയലൻസിലോട്ട് എത്തുമ്പോ ഇതിനകത്ത് കുറെ സാധനങ്ങൾ നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ പറഞ്ഞു, ഇത്രയും പേർക്ക് ഒരു കാര്യം അതിപ്പോ പച്ച കളറാന്ന് തോന്നിയാൽ നിങ്ങൾക്ക് മാത്രം ചുമന്ന കളറാന്ന് തോന്നുന്ന കാര്യം. നായകൻ അടിക്കാൻ പോകുമ്പോ അടി കിട്ടിയ ഉടനെ, അപ്പൊ ഇരുമ്പോണ്ട് അടി കിട്ടിയാലും കൈ കൊണ്ട് അടി കിട്ടിയാലും ടൊമാറ്റോ പാക്കറ്റ് പൊട്ടണോ അതിൽ ചൊരപ്പൊക്കെ തന്നെ എഴുതണം. കുട്ടി നീ നന്നാവില്ല, അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാം. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ ഉണ്ണിമൂന്നൻ തല്ലാൻ വേണ്ടിട്ട് കൈ ആ എരണം കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവൻ ഉടക്കുണ്ടാക്കും. ചില ഡയലോഗൊക്കെ ഉണ്ണിമൂന്തം പോയിട്ട് ചില സമയത്ത് അസ്ഥാനത്ത് പറഞ്ഞ മാതിരി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചില സാധനങ്ങളൊക്കെ വളരെ എന്തിനാണ് അവിടെ ആ ഡയലോഗ് പറഞ്ഞെന്നുള്ളത്. അന്ന് 3 പേരെ വിളിച്ചത്, ഇന്ന് ഒരാളുടെ വിളിപ്പിക്കല്ലേ. ഉണ്ണിമൂന്തനെ ഞങ്ങൾ പേഴ്സണലി അല്ല പറയുന്നത്. ഇനിയിപ്പോ അതിന്റെ പേരിൽ രാത്രി വേണ്ട, ഇത് മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ ഉള്ള സംഗതിയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അയാൾ പറയുന്നത് അയാള് ശരിയാണത്, അങ്ങനെ ചെയ്യുവാണെങ്കിൽ അരി മേടിക്കാനാണെന്നാ പറഞ്ഞത്. കൃത്യമായിട്ട് പറഞ്ഞ അരി മേടിക്കാനാണെന്ന് പറയാം. അപ്പൊ എന്റെ തെറി കേട്ടിട്ട് ഒരു വീട്ടിലൊരു ഒരു നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഐ വെൽക്കം ഇറ്റ്. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം.